ഗ്രൂപ്പ് വഴക്കിൽ തളർന്ന വയനാട് കോൺഗ്രസിനെ നയിക്കാൻ ഇനി ടി.ജെ. ഐസക്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ഇന്ന് കൽപ്പറ്റയിൽ ചേരുന്ന ജനറൽ ബോഡിയിൽ വയനാട് ഡി.സി.സി പ്രസിഡന്റായി ചുമതലയേൽക്കും. നേതൃത്വത്തിന്റെ എല്ലാ പിന്തുണയും തനിക്കുണ്ടെന്ന് ടി.ജെ. ഐസക് പറഞ്ഞു. വയനാട്ടിലെ കോൺഗ്രസിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പുനഃസംഘടന എന്നത് സ്വാഭാവികമായ നടപടിക്രമങ്ങളാണെന്നും ആഭ്യന്തര വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഡി.സി.സി പ്രസിഡന്റ് ടി.ജെ. ഐസക് പറഞ്ഞു. പാർട്ടിയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഐക്യം അതാണ് ഏറ്റവും വലുത്. എന്തെങ്കിലും പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. തന്നോടുകൂടി ആലോചിച്ചാണ് പാർട്ടി തീരുമാനങ്ങൾ എടുത്തത്. പാർട്ടിയുടെ തീരുമാനം ശിരസാവഹിക്കുന്നുവെന്ന് പ്രതികരിച്ച മുൻ ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ രാജിസന്നദ്ധത നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ആവർത്തിച്ചു. നടപടിയല്ല. ഞാൻ സ്വയമേവ തീരുമാനിച്ചു കൊടുത്തല്ലേ. എന്നെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ കെ.സി. വേണുഗോപാലിനോട് പറയുകയും ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ പോകണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം 100% സംസാരിച്ചിട്ടാണ് തീരുമാനം എടുത്തത്. അതെ. നേതൃത്വ നിരയിലേക്ക് പരിചിതനായ മുഖമെത്തുന്നതോടെ വയനാട്ടിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്കും ഗ്രൂപ്പ് വഴക്കിനും പരിഹാരമുണ്ടാകുമെന്നാണ് കെ.പി.സി.സിയുടെ വിലയിരുത്തൽ. നിലവിൽ കൽപ്പറ്റ നഗരസഭാ ചെയർമാനാണ് ടി.ജെ. ഐസക്. റിപ്പോർട്ടർ, വയനാട്.